Asus Zenfone Max Pro Redmi Note 5 Proയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ പല സുഹൃത്തുക്കളും മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ച് ഞാൻ കണ്ടിരുന്നു. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ രണ്ട് മൊബൈലുകളും കമ്പയർ ചെയ്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 15,000 രൂപയുടെ റേഞ്ചിൽ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഏത് ഫോൺ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെ ഫീച്ചറുകളാണ് ഈ രണ്ട് ഫോണുകളും നമുക്ക് ഓഫർ ചെയ്യുന്നതെന്ന്. രണ്ട് ഫോണുകളുടെയും ഫീച്ചേഴ്സ് ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. എന്നാൽ ഏറ്റവും വലിയൊരു വ്യത്യാസം ഇവിടെ വരുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിലാണ്. റെഡ്മി നോട്ട് 5 പ്രോയേക്കാളും ബാറ്ററി കപ്പാസിറ്റി കൂടുതൽ Asus Zenfone Max Pro എന്ന് പറയുന്ന ഫോണിനാണ്. റെഡ്മി നോട്ട് 5 പ്രോയ്ക്ക് 4000 മില്യൺ ആംപിയർ ബാറ്ററിയാണ്. എന്നാൽ Asus Zenfone Max Proയിൽ 5000 മില്യൺ ആംപിയർ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും സ്ക്രീൻ സൈസ് ഒരേപോലെയാണ്. 5.99 ഇഞ്ചിൻ്റെ ഫുൾ HD സ്ക്രീനാണ് രണ്ട് ഫോണുകളിലും നമുക്ക് ലഭിക്കുക. റെഡ്മി നോട്ട് 5 പ്രോയുടെ PPI 403 ആണ്. എന്നാൽ Asus Zenfone Max Proയുടെ PPI 404 ആണ്. രണ്ട് സ്ക്രീനുകളിലും IPS LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും വെയിറ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. 180-181 ഗ്രാമാണ് രണ്ട് ഫോണുകളുടെയും വെയിറ്റ്. Asus Zenfone Max Pro നമുക്ക് ലഭിക്കുന്നത് ആൻഡ്രോയിഡ് 8.1 ഓറിയോ വെർഷനിലായിരുന്നു. എന്നാൽ റെഡ്മി നോട്ട് 5 Pro ആൻഡ്രോയിഡ് 7.1.2 നോഗഡ് വെർഷനിലായിരുന്നു ലഭിക്കുന്നത്. രണ്ട് മൊബൈലുകളുടെയും പ്രോസസ്സർ സെയിം ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് Qualcomm Snapdragon 636 ആണ്. ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റും Adreno 509 ആണ് രണ്ട് ഫോണിലും ഉപയോഗിച്ചിരിക്കുന്നത്. Asus Zenfone Max Proയിൽ ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD സ്ലോട്ട് നമുക്ക് ലഭിക്കും. അതായത് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും Asus Zenfone Max Proയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. റെഡ്മി നോട്ട് 5 പ്രോയിൽ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് റെഡ്മി നോട്ട് 5 പ്രോയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ക്യാമറയുടെ കാര്യത്തിലും ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. Asus Zenfone Max Proയിൽ നമുക്ക് 16 MB ഒരു ക്യാമറയും 5 MB മറ്റൊരു ക്യാമറയും ലഭിക്കും. റെഡ്മി നോട്ട് 5 പ്രോയിൽ 12 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ ക്യാമറയുമാണ്. സെക്കൻഡറി ക്യാമറ ഫ്രണ്ട് ക്യാമറ Asus Zenfone Max Proയിൽ 16 MB ഫ്രണ്ട് ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ റെഡ്മി നോട്ട് 5ൽ സെക്കൻഡറി ക്യാമറ 20 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറ 2.2 അപ്പർച്ചറോട് കൂടിയാണ് ലഭിക്കുക. Asus Zenfone Max Proയിൽ സെക്കൻഡറി ക്യാമറ 2.0 അപ്പർച്ചറോട് കൂടിയാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും 6GB വേരിയന്റ് അവൈലബിൾ ആണ്. Asus Zenfone Maxന്റെ 6GB വേരിയന്റിന്റെ വില 14,999 രൂപയാണ്. 15,000 രൂപയാണ് Asus Zenfone Max 6GB വേരിയന്റിന്റെ വില. 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ട്. റെഡ്മി നോട്ട് 5 Pro 6GB വേരിയന്റിന്റെ വില 16,999 രൂപ. അതായത് 17,000 രൂപയാണ് റെഡ്മി നോട്ട് 5 പ്രോയുടെ 6GB വേരിയന്റിന്റെ വില. രണ്ട് ഫോണുകളിലും ഏകദേശം സെയിം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 2,000 രൂപയുടെ വില വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ആളുകൾ റെഡ്മി നോട്ട് 5 Pro വാങ്ങണമോ Asus Zenfone Max Pro വാങ്ങണമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ട് ഫോണുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം Asus Zenfone Max Pro എന്ന് പറയുന്ന ഫോണിന് 2,000 രൂപ വിലക്കുറവാണ് റെഡ്മി നോട്ട് 5 Pro എന്ന് പറയുന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ്. സെയിം പ്രോസസ്സറും സെയിം ഫീച്ചേഴ്സും റെഡ്മി നോട്ട് 5 Pro എന്ന് പറയുന്ന ഫോണിനേക്കാളും കൂടുതൽ ലഭിക്കുന്നത് Asus Zenfone Max Proയ്ക്കാണ്. റെഡ്മി നോട്ട് 5 Pro എന്ന് പറയുന്ന ഫോൺ ഒട്ടും കൊള്ളാത്ത ഫോണാണെന്നൊന്നും അല്ല പറയുന്നത്. ഏറ്റവും ബെറ്റർ പെർഫോമൻസ് നൽകുന്ന ഒരു ഫോണാണ്. എന്നാൽ പൈസയുടെ അടിസ്ഥാനത്തിൽ, അതായത് അതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Asus Zenfone Max Pro തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം സെയിം ഫീച്ചേഴ്സാണ് നമുക്ക് റെഡ്മി നോട്ട് 5 പ്രോയിലും ലഭിക്കുക. എന്നാൽ ഒരുപക്ഷെ റെഡ്മി നോട്ട് 5 Pro എന്ന് പറയുന്ന ഫോണിനേക്കാളും കുറച്ചുകൂടെ നല്ല ഫീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു Asus Zenfone Max Proയിലാണ് ലഭിക്കുന്നത്. കാരണം റെഡ്മി നോട്ട് 5 Pro എന്ന് പറയുന്ന ഫോണിനേക്കാളും നല്ലൊരു ബാറ്ററി പെർഫോമൻസ് Asus Zenfone Maxലായിരിക്കും ലഭിക്കുക. മറ്റൊരു കാര്യം, ഇതിൻ്റെ സ്ക്രീൻ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സും ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയും ഒക്കെ രണ്ട് ഫോണുകളിലും ഏകദേശം ഒരുപോലെയാണ് ലഭിക്കുക എങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇംപ്രസീവായിട്ട് തോന്നിയത് റെഡ്മി നോട്ട് 5 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ്. രണ്ട് ഫോണുകളും ഒരേപോലെയുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് Snapdragon 636 പ്രോസസ്സറാണ്. അതേപോലെ 1.8 GHz രണ്ട് ഫോണുകളും ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഗെയിംസ് ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ Adreno 509 ആണ് ഗ്രാഫിക് യൂണിറ്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ രണ്ട് ഫോണുകളുടെയും പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരേ പെർഫോമൻസ് നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യം, ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ചുകൂടെ നമ്മൾ പറയേണ്ടതായിട്ടിരിക്കുന്നു. ഈ ഫോണുകൾ ഉപയോഗിച്ചെടുത്ത ചില ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിലും അതേപോലെ തന്നെ ഔട്ട്ഡോർ ലൈറ്റ് കണ്ടീഷനിലും എടുത്ത ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Redmi Note 5 Proയും Asus Zenfone Max Proയും ഉപയോഗിച്ച് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചെടുത്ത ഫോട്ടോസാണ്. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കണ്ടീഷനിൽ റൂമിനുള്ളിൽ നിന്നെടുത്ത ഫോട്ടോസാണ്. ആദ്യം കാണുന്നത് Asus Zenfone Max Pro ഉപയോഗിച്ചെടുത്ത ഫോട്ടോയാണ്, പോർട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോയാണ്. രണ്ടാമത് Redmi Note 5 Proയുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും Redmi Note 5 Proയിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ്, കുറച്ച് കളേഴ്സ് കൂടുതലാണ്. എന്നാൽ Asus Zenfone Max Pro കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ് നൽകുന്നത്. ഇനി ഔട്ട് സൈഡിൽ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇത് ഔട്ട് സൈഡിൽ എടുത്ത ഫോട്ടോസാണ്. Redmi Note 5 Pro ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളർ പ്രൊഡക്ഷന് ഫോട്ടോസിൽ നൽകുന്നുണ്ട്. എന്നാൽ അസൂസ് നോർമലായിട്ടുള്ള ഒരു നാച്ചുറൽ ഫോട്ടോസ് നമുക്ക് ഇമേജസ് നൽകുന്നുണ്ട്. ബാക്ക് സൈഡിൽ ആ സീനറിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കുറച്ചുകൂടി കളേഴ്സ് നൽകുന്നത് Redmi Note 5 Proയിലാണ്. അപ്പോൾ ക്യാമറ പെർഫോമൻസ് രണ്ട് ഫോണിലും ഏകദേശം ഒരേപോലെയാണെങ്കിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് Redmi Note 5 Proയിലെടുത്ത ഫോട്ടോസാണ് കുറച്ചുകൂടി ഇമ്പ്രസീവായിട്ടും കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളതായിട്ടും കുറച്ചുകൂടി കളർ വൈബ്രൻ്റ് ആയിട്ടും തോന്നിയത്. ബാറ്ററി കപ്പാസിറ്റി Asus Zenfone Max Proയിലാണ് കൂടുതലെങ്കിലും Redmi Note 5 Proയും ഒട്ടും പുറകിലല്ല. നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ് Redmi Note 5 Proയും നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഏത് ഫോൺ വാങ്ങണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ഒരു 2000 രൂപ കുറഞ്ഞൊരു 10000 രൂപയെ നിങ്ങളുടെ ബഡ്ജറ്റ് ഉള്ളൂ എങ്കിൽ നിങ്ങൾ Asus Zenfone Max Proയിലേക്ക് തന്നെ പോവുക. അതല്ല നിങ്ങൾക്ക് ഒരു 1000 രൂപ 2000 രൂപ ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Redmi Note 5 Pro എടുക്കാൻ സാധിക്കും. അതുമല്ല നിങ്ങളൊരു റെഡ്മി ഫാൻ ഒരു MI ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ Redmi Note 5 Proയിലേക്ക് തന്നെ പോവുക. അതല്ല നല്ല ഒരു ബെറ്റർ പെർഫോമൻസ് ഉള്ള ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് Asus Zenfone Max Proയിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം Xiaomiയുടെ പോക്കോ F1 എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോണുമായിട്ട് നിങ്ങൾ ആരും ഇതിനെ കമ്പയർ ചെയ്യില്ല. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇതിനു മുമ്പ് Asus Zenfone Max Proയുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു നിങ്ങൾ പോക്കോ F1 വന്നത് അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച്. കാരണം ആ ഫോണുമായിട്ട് ഈ രണ്ട് ഫോണുകളും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാനൊരു 15000 റേഞ്ചിൽ നിൽക്കുന്ന ഫോൺ ആയതുകൊണ്ടാണ് ഈ ഫോണുകളെക്കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. 20000 മുകളിലേക്കുള്ള ഫോണുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോക്കോ F1 ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ഫോണുകളായിരിക്കും. കാരണം അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് നൽകുന്ന ഒരു വില കുറഞ്ഞ ഫോണാണെന്ന് തന്നെ നമുക്ക് പറയാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും ആ ഫോൺ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. Asus Zenfone Max Proയോ Redmi Note 5 Proയോ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ആ കാര്യം കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആ ഫോണുമായി ബന്ധപ്പെട്ട് എന്താണ് അതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഫോണുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.